യബാർ റാം പോരെ ബാം. ബംഗാൾ രാഷ്ട്രീയത്തിൽ കുറച്ചു കാലമായി കേൾക്കുന്ന ഈ മുദ്രാവാക്യം വെറുമൊരു തമാശയല്ലെന്ന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അടിവരയിടുന്നു. എന്താണ് ആ മുദ്രാവാക്യത്തിന്റെ അർത്ഥമെന്നല്ലേ? ഇത്തവണ രാമൻ, അടുത്ത തവണ ഇടതുപക്ഷം. അതാണ് അതിന്റെ അർത്ഥം. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസിനെയും അധികാരത്തിൽ നിന്ന് ഇറക്കാൻ സഖാക്കൾ കൂട്ടത്തോടെ താമരയ്ക്ക് വോട്ട് ചെയ്തെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പ്രത്യയശാസ്ത്രം വിട്ടൊരു കളിയില്ല എന്ന് പ്രസംഗിക്കുന്നവർ എങ്ങനെ ബംഗാളിൽ BJPയുടെ വിജയശില്പികളായി മാറി എന്നതിന്റെ കൃത്യമായ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയുടെ വാക്കുകൾ മാത്രം മതി സഖാക്കളുടെ ഈ ഒരു രാഷ്ട്രീയ മലക്കം മറിച്ചിൽ മനസ്സിലാക്കാൻ. ഭവാനിപൂരിൽ മമതാ ബാനർജിയെ തോൽപ്പിച്ച ശേഷം അധികാരി പറഞ്ഞത് ഇങ്ങനെയാണ്: ഭവാനിപൂരിൽ CPMന് 13,000 വോട്ടുകൾ ഉണ്ടായിരുന്നു, അതിൽ 10,000 വോട്ടുകളും എനിക്കാണ് ലഭിച്ചത്. ആ CPM വോട്ടർമാരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇത് ഭവാനിപൂരിലെ മാത്രം കഥയല്ല. ദംദം ഉത്തർ, ജാദവ്പൂർ, ഉത്തർപാറ എന്നിങ്ങനെ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലങ്ങളിലെല്ലാം ഇത്തവണ BJP ജയിച്ചു കയറിയത് സഖാക്കളുടെ അകമഴിഞ്ഞ പിന്തുണയോടെയാണ്. ദീപ്ഷിതാധർ, മീനാക്ഷി മുഖർജി തുടങ്ങിയ യുവ നേതാക്കളെ ഇറക്കി മുഖം മിനുക്കാൻ നോക്കിയെങ്കിലും അണികൾക്ക് താല്പര്യം BJPയുടെ ചിഹ്നത്തോടായിരുന്നു. 34 വർഷം തുടർച്ചയായി ബംഗാൾ ഭരിച്ച ഒരു പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണ്. 2011 41.09% വോട്ട് വിഹിതം. 2026 ഇത് വെറും 4.4% കൂപ്പുകുത്തി. ഈ വോട്ടുകളെല്ലാം എങ്ങോട്ട് പോയി? ആദ്യം മമതയുടെ തൃണമൂലിലേക്കും ഇപ്പോൾ കൂട്ടത്തോടെ BJPയിലേക്കും. 2018 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ BJPയെ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി ആയിട്ടാണ് സഖാക്കൾ കാണുന്നത്. തൃണമൂൽ ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടാൻ സഖാക്കൾ കാവിത്തുണി പുതയ്ക്കുന്ന കാഴ്ചയാണ് ബംഗാളിലുടനീളം. എന്തുകൊണ്ടാണ് നാഴികയ്ക്ക് 40 വട്ടം മോദിയെയും അമിത്ഷാഹിനെയും ചീത്ത വിളിക്കുന്ന സഖാക്കൾ, കേരളത്തിലെ സഖാക്കൾ, ബംഗാളിൽ ഘടകവിപരീതമായി പെരുമാറിയത് എന്ന് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് താത്വിക ആചാര്യൻ ഗോവിന്ദൻ മാസ്റ്ററിനോട് ചോദിച്ചാൽ പുള്ളി പ്രതിക്രിയാവാദം ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുമ്പോൾ പ്രതിവിപ്ലവവും കട്ടൻ ചായയും പരിപ്പുവടയുമായി വരുന്ന പ്രതിഭാസമാണിത്, പ്രക്ഷാളനമാണിത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൺഫ്യൂസ് ആക്കിക്കളയും. ജോൺ ബ്രിട്ടാസിനോട് ചോദിച്ചാൽ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അടികൊണ്ട് പദം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫാസിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് തന്നെ മുറിവിൽ വെക്കാനുള്ള ഡെറ്റോളും പഞ്ഞിയും ഒക്കെ വാങ്ങേണ്ടി വരും എന്നൊക്കെയായിരിക്കും മറുപടി. ബംഗാൾ കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റുകൾ ഇവന്മാരാണ് എന്നത് വേറെ കാര്യം, അതവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു സ്റ്റോറിക്കുള്ളൊരു കഥയാണ്. എന്തായാലും ലളിതമായി പറഞ്ഞാൽ ഇതാണ് സംഭവം: അതിജീവനം. തൃണമൂൽ കോൺഗ്രസ് നടത്തിയ രാഷ്ട്രീയ വേട്ടയാടലിൽ പിടിച്ചു നിൽക്കാൻ ശേഷിയില്ലാതെ വന്നതോടെ ഒരു കാലത്ത് ക്ലാസ് ശത്രു എന്ന് വിളിച്ചിരുന്ന വർഗശത്രു എന്ന് വിളിച്ചിരുന്ന BJPയുടെ കാല് പിടിക്കാൻ സഖാക്കൾ നിർബന്ധിതരായി. ഞങ്ങളുടെ പാർട്ടി ദുർബലമാണ്, അതിനാൽ TMCയെ പുറത്താക്കാൻ ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്തു. ഇതൊരു സാധാരണ CPM പ്രവർത്തകന്റെ തുറന്നു പറച്ചിലാണ്. കേന്ദ്രസേനയുടെ സംരക്ഷണത്തിൽ വോട്ട് ചെയ്യാനിറങ്ങിയ പല സഖാക്കളും ബാലറ്റ് ബോക്സിൽ താമര വിരിയിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മറ്റൊരു വിചിത്രമായ കാഴ്ചയ്ക്കും ബംഗാൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. തൃണമൂൽ പിടിച്ചെടുത്ത പാർട്ടി ഓഫീസുകൾ BJP നേതാക്കളുടെ സാന്നിധ്യത്തിൽ സഖാക്കൾ തിരിച്ചുപിടിക്കുന്നു. സഖാക്കളുടെ കൊടി ഉയർത്താൻ കാവിപ്പടയുടെ കാവൽ വേണമെന്ന ജനാധിപത്യ സുന്ദരമായ അവസ്ഥ. മമതയെ താഴെയിറക്കാൻ BJPയെ സഹായിച്ച സഖാക്കൾ ഇനിയെങ്കിലും ഇടതുപക്ഷം തിരിച്ചു വരുമെന്ന് സ്വപ്നം കാണുന്നുണ്ടാകാം. എന്നാൽ സ്വന്തം വോട്ടുകൾ മറ്റൊരാൾക്ക് ദാനം ചെയ്ത് രാഷ്ട്രീയ പാപ്പരത്വം പ്രഖ്യാപിച്ചവർക്ക് ബംഗാളിന്റെ മണ്ണിൽ ഇനി എത്രത്തോളം പ്രസക്തി ഉണ്ടാകുമെന്ന് കണ്ടറിയണം. തൽക്കാലം BJPയുടെ 207 സീറ്റുകളിലെ വലിയ വിജയത്തിന് പിന്നിൽ സഖാക്കളും സംഘികളും തമ്മിൽ അന്തർധാര സജീവമായിരുന്നു എന്നതാണ് സത്യം. ന്യൂസ് ഡെസ്ക്.